അർത്ഥമൊക്കെ അറിഞ്ഞിട്ടാണോ പാടിയത്? അർത്ഥം തീരെ ഇല്ല, അർത്ഥമില്ലാതെ ഉണ്ടാക്കിയ പാട്ടാ. ഒരു സുപ്രഭാതത്തിൽ ഒരു കോൾ വന്നു ദീപകിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പൊ എത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സമയം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ജിസ്മോൻ കൂടെ ഉണ്ട്, വരികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ എഴുതാൻ പറ്റില്ല, ട്രിവാൻഡ്രത്ത് ഇതുവരെ വരാൻ ഒരു 5 മണിക്കൂർ എനിക്ക് സമയം തരണം, ഞാൻ വന്നോളാം, വണ്ടി ഓടി വന്നോളാം എന്ന് പറഞ്ഞു. വന്നപ്പോൾ വൈകുന്നേരമായി. കുറച്ച് അത്ര കട്ടിയില്ലാത്ത കുറേ അധികം വാക്കുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു ജിസ്മോൻ എഴുതുമ്പോൾ. ഞാൻ പറഞ്ഞത് ഒരു കട്ടപ്പെട്ടി ചിരവരയോളം എന്നൊക്കെയാണ് ആദ്യം എഴുതിയിരുന്നത്. അതിന് നമ്മൾ ചടപട എന്നൊക്കെ ആക്കി, ചട്ടപ്പട്ട യോളം എന്നൊക്കെ ആക്കി കുറച്ചൊക്കെ മാറ്റം വരുത്തി. ശ്രുതി ഇതായിരുന്നില്ല കേട്ടോ, ഷാനെ 5-നായിരുന്നു പാട്ട്. ഞാൻ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു ദീപക്, ഒരു നോട്ടൂടെ കൂട്ടി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ 6-നാക്കി. ഒരു പാടുമ്പോൾ ഒരു പഞ്ച് വരണ്ടേ, അപ്പം അങ്ങനെ 6-നാക്കി. അതിന് ശേഷമാണ് ഇത് പാടിയത്. ജില്ലയിലൊക്കെ പാടിയത് 5-നായിരുന്നു. അപ്പോൾ ആ ഒരു ശ്രുതി വെച്ച് അതായിരിക്കും ഞാൻ പാടുക എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു നോട്ടൂടെ കൂട്ടിച്ചു, പാടി വന്നപ്പോൾ കൊള്ളാം. മലയാള ഭാഷയ്ക്ക് കുറേയധികം അർത്ഥമില്ലാത്ത വാക്കുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ജിസ്മോയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു. അതിൽ അഭിമാനിക്കാം. എന്ത് രസമല്ലേ. ദുന്യം, തുപ്ലോദയം, കുറേയധികം വാക്കുകൾ. ഹുമേളനം, മീഷ്ടഗ്ലാന്തം നീയെ, ഉള്ളിൽ തുള്ളിച്ചാടും പോകും, ചന്നം പേന്നം ചാട വാടയോളം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും ഒരു ധാരണ? ഞാനിങ്ങനെ ആലോചിച്ചാ ഇവര് ഇത് എങ്ങനെ എങ്ങനെ ഇത് ചിത്രീകരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് ഇതിന്റെ പാട്ട് വന്ന സമയത്ത് ഈ ധർമ്മജന്റെ എൻട്രിയും പാട്ട് അവർ നല്ല രസമാണ്. ആ ഒരു ബാറിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് അവിടെ നിന്നുള്ള ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ചിത്രീകരണം വളരെ നന്നായിരുന്നു. രസമായിട്ട് വന്നു. ഈ ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചതാണ്. ഓക്കെ ധ്യാൻ ചേട്ടാ, എന്തായിരുന്നു ആ വാക്ക്? തുപ്ലോദയം. ദ്രുണ്യം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ദ്രുണ്യം എന്നുള്ള വാക്ക്. എന്താ ധ്യാൻ ചേട്ടാ ദ്രുണ്യം? എഴുതിയാളിതായിരിക്കണം ദ്രുണ്യത്തിന്റെ. ദ്രുണ്യത്തോ നിൻ മാറത്തോ എന്നാണ്. അപ്പൊ മാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ദ്രുണ്യം. അപ്പൊ എന്തോ പ്രശ്നം. പിന്നെന്താ മലനിരയോ? വേടന്മാരൊക്കെ മലകളിലാണ്, അതുകൊണ്ടാണ് മലനിരയോ എന്ന് വെച്ചത്. തുപ്ലോദയം ആ വരി എന്തായിരുന്നു? തുപ്ലോദയം നീ അറിഞ്ഞു പെണ്ണെ, പാരിക്ഷോപ്തി എന്നുള്ള വാക്കുണ്ട്. ഓ എന്താ ശരത് സാർ? അല്ല, തുപ്ലോദയം ചിലപ്പോ രാവിലെ തുപ്പുന്നുണ്ട്, ഉദയവും തുപ്പലും. നമ്മള് വൈകിട്ടാണ് വൈകുന്നേരമായിരുന്നു. എന്നാലും എന്റെ ജിസ്സേ ഭീകരം കേട്ടോ. ഓ എഴുതി വല്ലാത്തൊരു അവസ്ഥയിലാക്കി കളഞ്ഞു. മനോഹരമായ വരികൾ. അതെ, പാടാൻ പറ്റി, വലിയ സന്തോഷം. ഇത് ജിസേ നമ്മുടെ ഇത് ഈ പാട്ട് കേൾക്കുമ്പോൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ മലയാള വാക്കുകൾ കാണുമെന്ന്. നമുക്ക് കാര്യം എൻ്റെ അമ്മ മലയാളം BA ആണ്, അമ്മയുടെ മലയാളം എനിക്കുള്ളത്. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ തുപ്ലോദയമൊന്നും കേട്ടിട്ടില്ല, തുപ്പലെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. എന്ത് ഇത് ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് വിട്ടു. അത് എന്തൊക്കെയായാലും അതിമനോഹരം, ഗംഭീരം. എനിക്ക് ആ റിപ്പബ്ലിക് ഡേയോ നീയോ അതില്ലേ, ഹാപ്പി ന്യൂ ഇയർ നീയും റിപ്പബ്ലിക് ഡേയോ, ഒരു ഹോളിഡേയിൻ അർമാദമോ. ഒരു ഹോളിഡേയിൻ അർമാദമോ, 100 കിൻഡൽ പൊന്നെ നിൻ തുത്തളാങ്കം കണ്ടേ. അതെന്താണ് തുത്തളാങ്കം? അല്ല, തുത്തളാങ്കം എന്ന് പറയണോ? ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അത് വെളി പറയാൻ കൊള്ളത്തില്ല. രജീഷ അതിന്റെ അർത്ഥങ്ങളിലേക്കൊക്കെ പോയി. അതിന്റെ മീനിങ് എന്തെങ്കിലും കിട്ടിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒട്ടിച്ചേർന്ന നെയ്ച്ചോറില്ലേ? ഒട്ടിച്ചേർന്ന നെയ്ച്ചോറ്. നമ്മൾ ഡിസ്കോ ഓക്കെ. അപ്പൊ താങ്ക് യു അൻവറിക്ക, താങ്ക് യു സോ മച്ച്. ആസിഫിക്ക ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. ആസിഫിക്ക ഒരുപാട് സ്ലാങ്ങിലുള്ള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ? തൃശ്ശൂർ സ്ലാങ് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഒഴിമുറിയില് ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ് ഇക്ക? പിന്നെ കണ്ണൂർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും ടഫ് ഏതായിരുന്നു? ഏത് സ്ലാങ് പഠിക്കാനായിരുന്നു ടഫ്? ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ഒഴിമുറി ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു. പക്ഷെ അത് മധുപാൽ സാറ് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഇടുക്കി ചെയ്യാൻ ഒരു ഇച്ചിരി, അതായത് ഞാൻ തൊടുപുഴക്കാരനാണ്, പക്ഷെ എന്റെ സ്കൂൾ മുതൽ ഞാൻ എറണാകുളമൊക്കെ ആയിട്ട് നിന്നു. കൂടുതലും ഫ്രണ്ട്സ് എറണാകുളത്ത് നിന്നാണ്. അപ്പൊ എനിക്കൊരു ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള ഇടുക്കി സ്ലാങ് മിസ്സിംഗ് ആണ്, ഞാൻ അറിയാം. അപ്പൊ അത് ഒരു ഇച്ചിരി കറക്റ്റ് ചെയ്തു. പക്ഷെ അതിന്റെ
കെട്ടിയോളാണ് മാലാഖയിലാണ് അത് ട്രൈ ചെയ്തത്. ആ സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എക്സാക്ട്ലി സംസാരിക്കുന്നത് ആ സ്ലാങ്ങിലാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ അല്ലേ? കൊറേ സമയം എടുത്തതായിരുന്നു അല്ലേ? കൊടുങ്ങല്ലൂർ പഠിക്കാൻ കുറെ സമയം, കുറച്ചധികം എടുത്തായിരുന്നു. സമീകോയ്ക്ക് വേണ്ടിട്ട് അത് ഞാൻ പറഞ്ഞത് നെസ്ലിന്റെ സിനിമ കണ്ടാണ് അത് പഠിച്ചത്. എന്താണ് ആ സാധനം? ഓക്കെ, അപ്പോ ആസിഫിക്കയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് വരാൻ പോവാണ്. കണ്ണടച്ചു നിന്നോ, നേരെ നോക്കി കണ്ണടച്ചു നിന്നോ. ആ സർപ്രൈസ് ഇപ്പൊ വന്ന് ആസിഫിക്കയുടെ കണ്ണ് പൊത്തും. ഇനി വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഇത് ആരായിരിക്കും? ആരാണേലും വിറക്കുന്ന കൈ. റിൻസി. പറഞ്ഞു കൊടുത്തല്ലേ, ഞങ്ങൾ ബിൽഡപ്പ് ഒക്കെ ഇട്ട് വരും. ഞാൻ ശബ്ദം കേട്ടാ മനസ്സിലാവുമെന്ന് പിന്നെ റിൻസിയുടെ ശബ്ദം കേട്ടാ സ്ലീവാച്ചന് മനസ്സിലാവാതിരിക്കും. അയ്യോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സ്ലാങ്ങിൽ ഒന്ന് സംസാരിക്കോ? എനിക്ക് ആ സ്ലാങ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, എനിക്ക് നോർമൽ ഞാൻ സംസാരിക്കുന്ന സ്ലാങ്ങിൽ തന്നെ പക്ഷെ തിരിച്ച് മറുപടി കൊടുത്താ മതി. ഓ, ഞാനിനി എന്നാ പറയാനാ കൊച്ചിനോട്? കൊച്ചു പറ കൊച്ചേ. എന്ത് പറയാനാ? അതാ സമയം കഴിഞ്ഞപ്പോ മറന്നുപോയി. അയ്യോ. ഓക്കെ, വീണ ചേച്ചി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. ഇപ്പൊ ദാ ഒരു നായിക അവിടെ ഇരിപ്പുണ്ട്. അടുത്ത നായികയെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആസിഫിക്കയുടെ കൂടെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോ? കെട്ടിയോളാണ് എന്റെ മാലാക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഫസ്റ്റ് സിനിമയായിരുന്നു അത്. അപ്പൊ ആസിഫ് ആക്ച്വലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ആസിഫിന്റെ അല്ല, കറക്റ്റാണ്. ആസിഫിന്റെ സീൻസ് ഇല്ലെങ്കിൽ പോലും ഇപ്പൊ എന്റെ മാത്രമായിട്ട് ഒരു ഷോട്ട് ആണെങ്കിൽ അവിടെ ആസിഫിന്റെ ആവശ്യമില്ലെങ്കിൽ ആസിഫ് അവിടെ ഇരുന്ന് ഡയലോഗ് പറഞ്ഞ് അങ്ങനെ ഒക്കെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നൈസ്. ഓക്കെ, ഇക്കയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു മൂവി ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ലുക്കില്, ആ ഒരു സ്ലാങ്ങില്. അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ടാവല്ലോ, ബിക്കോസ് ഭാര്യ ഭർത്താവ് ഒരു ബന്ധം നമ്മൾ കാണിക്കുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു. എങ്ങനെയായിരുന്നു ചേച്ചിയായിട്ട് അഭിനയിച്ചപ്പോ ആ ഒരു സിനിമയില്? വീണയ്ക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് വീട്ടിലെ സീക്വൻസസ് ആണ്. പ്രിൻസി കല്യാണം കഴിഞ്ഞ് വരുന്നതും ലീവാച്ചനായിട്ട് അടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ അത് ആ പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്തു. ഞാൻ അഭിനയിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പേടി സത്യമായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു എന്താ പറയാ, വീണയുടെ ഒരു ഫസ്റ്റ് ഫിലിം ആണെന്ന് ഒരിക്കലും നമുക്ക് ആ സിനിമ കാണാൻ തോന്നില്ല. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. കാര്യം എന്നെയും ഒത്തിരി ആളുകൾ എപ്പോഴും കാണുമ്പോൾ, പ്രത്യേകിച്ച് ആ സിനിമയുടെ ക്ലൈമാക്സ് ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോൾ സ്ലീവാച്ചൻ റിൻസിയുടെ അടുത്ത് പോയി കുറ്റസമ്മതം നടത്തുന്നതും, അപ്പൊ ഒരു ഭയങ്കര സിനിമാറ്റിക് ആയ എൻഡിങ് ഒന്നും അല്ല, സിനിമാറ്റിക് ആയ ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല. ഭയങ്കര ഒറിജിനൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നതാണ്. എന്നിട്ടും ആളുകൾക്ക് എല്ലാവർക്കും ആ ക്ലൈമാക്സ് വർക്കായി, ഒത്തിരി പേര് ഇമോഷണലി കണക്ട് ആയി. അപ്പൊ അതൊരു ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഓർഗാനിക് ആണ് ആ സിനിമ. എനിക്കാണെങ്കിൽ ഇപ്പോഴും എവിടെ പോയാലും എന്നോട് ഫസ്റ്റ് റിൻസി സ്ലീവാച്ചൻ എവിടെയെന്നാണ് പുറത്തുനിന്ന് ആൾക്കാർ എപ്പോഴും കാണുമ്പോ എപ്പോഴും ചോദിക്കുന്നത്. ഓ, ഓക്കെ. ധ്യാൻ ചേട്ടാ, ധ്യാൻ ചേട്ടൻ ഇങ്ങനെ ഡിഫറെന്റ് സ്ലാങ്ങിൽ ഏതായിരിക്കും ചെയ്തിട്ടുണ്ടാവാ? ധ്യാൻ ചേട്ടൻ ഞാൻ ഒരു സ്ലാങ് ഒരു ലുക്കില് ഇത്രയും പടം ചെയ്ത് വേറെ ഞാൻ മാത്രമേ ഒറ്റ സ്ലാങ് ഒരു ഡിഫറെന്റ് സ്ലാങ്ങും പിടിച്ചിട്ടില്ല. ഇല്ല. ധ്യാൻ ചേട്ടൻ കൂടെ അഭിനയിച്ച ലിപ്പ് ഇതുപോലെ ഏറ്റവും നല്ലൊരു നായിക ഏതായിരിക്കും? ആസിഫ് ഖാനെ പോലെ ഞാൻ നായികമാരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നായകനല്ല. അതെന്താ? അല്ല, ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല പൊതുവെ. അല്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ഇവര് സിനിമ പയ്യെ തീർന്നാ മതി ഷൂട്ടിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ സ്ലീവാച്ചാ, റിൻസിക്ക് വേണ്ടി നമ്മൾ ആ ലെവൽ ക്രോസ് സെഗ്മെന്റ് നടത്താൻ പോവാണ്. അപ്പൊ റിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ സ്ലീവാച്ചൻ ഇവിടെ നിൽക്കണം പ്ലീസ്. ശരി, ഏത് കണ്ണു നോക്കിയിരിക്കാണ്? അല്ലല്ല, ഇത് വേറെ ടാസ്ക്. ഇത് ഒറ്റയ്ക്കുള്ള ടാസ്ക് ആണ്. എന്നാലാണ് ഈ ക്രോസ് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടാസ്ക് തരട്ടെ? ഓക്കെ, വീണ ചേച്ചി, ഇതില് ടാസ്കുകൾ ഉണ്ട്. ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിക്കാം. അതിൽ ഏത് ടാസ്ക് ആണോ അത് ചേച്ചി ചെയ്യണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ വീണ ചേച്ചിക്ക് കിട്ടുന്ന ടാസ്ക് ലെവൽ ക്രോസ് സെഗ്മെന്റിൽ ഈ പാട്ടൊന്ന് പാടുക. ഓക്കെ, ചെറിയ പാട്ടാ, ഒന്ന് വായിച്ചു നോക്കൂ. താരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ട് കിണക്കണ കടലിൻ കുട്ടികൾ അക്കരെ ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ. ഇത് കഴിയണവരെ ഞാൻ ഇവിടെ നിൽക്കണോ? ഇരിക്കാലോ. താങ്ക് യു, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.
ചെയ്ത് നോക്കൂ. പെട്ടെന്ന് സ്ലീവാച്ചനെ കണ്ടപ്പോ ഈ പാട്ട് ഓർമ്മ വന്നായിരിക്കും അല്ലേ? അങ്ങനെ ആണോ? കിത്നെ ദൂർ ഹോ ഗയേ. സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് അടുത്തതായി ഒന്നുകൂടെ ആസിഫിക്കയുടെ ഒരു ഫ്രണ്ട് വരാൻ പോവാണ്. ഇതിപ്പോ ഒരു ഫാമിലി സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും. അപ്പുറത്തിരിക്കുന്നു. ഓക്കെ, ആരാണ് നോക്കട്ടെ? ആരാണ് നോക്കട്ടെ? ഓക്കെ, ഞാൻ പറയട്ടെ, കുറച്ച് ക്ലൂസ് തരാം. ഓക്കെ, ഒരു പ്രൊഡ്യൂസർ ആണ്, ഓക്കെ, ഒരു ആക്ടർ ആണ്. ഓക്കെ. പണ്ടൊരു ആങ്കർ ആയിരുന്നോ? നമ്മുടെയൊക്കെ സൂപ്പർ സീനിയർ ആയിരുന്നോ? ഇപ്പൊ ഞാനും ജിസും ഇവിടെ വന്നതിന്റെ കാരണത്തിൽ ഒരാൾ അയാളാണോ? അതെ, മിസ്റ്റർ അരുൺ നാരായണൻ. യെസ്, വെൽക്കം അരുൺ നാരായണൻ. ഹായ് അരുൺ ചേട്ടാ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. തലവന്റെ ശരിക്കുള്ള തലവൻ എന്ന പ്രോജക്റ്റ് ഓൺ ആവാനുള്ള ഒരാളല്ലേ? എങ്ങനെയായിരുന്നു ജിസേട്ടനായിട്ട്? ഇപ്പൊ തലവൻ എന്ന് പറഞ്ഞൊരു സിനിമ നമുക്കറിയാം, ബിജു ചേട്ടനും ആസിഫിക്കും കൂടെ കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ജിസേട്ടന്റെ ഈ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്ന് മാറി വേറൊരു ജോണർ പിടിച്ചൊരു സിനിമയും കൂടെ ആയിരുന്നു, സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമ. ആ ഒരു സിനിമ കൈ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള നിങ്ങളുടെ ഡിസ്കഷൻസ് എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും ജിസിന്റെ സ്ഥിരം സിനിമകൾ, ഫീൽ ഗുഡ് സിനിമകളുടെ ആളായിട്ടാണ് ജിസിനെ എപ്പോഴും അറിയപ്പെടുന്നത്. ജിസ് അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്ന് മാറി ചെയ്ത ആദ്യ സിനിമ തലവനായിരുന്നില്ല, ഇന്നലെ വരെ എന്ന സിനിമയായിരുന്നു ആ ജോണറിൽ നിന്ന് മാറിയ സിനിമ. തീർച്ചയായിട്ടും അത് മാറി ചെയ്യണം എന്നുള്ള ആലോചന ഉണ്ടപ്പോൾ തന്നെ ജിസിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പം നിർമ്മാതാവ് എന്ന രീതിയിലേക്കല്ല ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്, ഇപ്പോൾ ആസിയുടെയും ജിസിന്റെ ഒക്കെ സുഹൃത്ത് എന്ന രീതിയിലേക്കാണ് ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്. അപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു. പിന്നെ ബീച്ചു ചേട്ടനും ആസി രണ്ടുപേരുടെയും സ്ക്രീൻ കോംബോ എപ്പോഴും ഭയങ്കരമായ ആളുകൾ ഇഷ്ടപ്പെടുന്ന കോംബോ ആണ്. ഇപ്പം രജിഷ ഇവിടെയുണ്ട്, അനുരാഗ് കരിക്കിൻ വെള്ളവും, അതുപോലെ ഒരുപാട് കോംബോ ഉണ്ട് അവരുടെ ഹിറ്റ് ആയിട്ടുള്ള കോംബോസ്. ഡെഫിനറ്റ്ലി ബേസിക്കലി സബ്ജക്റ്റ് തന്നെയാണ് നമ്മളെ അതിലേക്ക് ആകർഷിച്ചത്. പിന്നെ തീർച്ചയായിട്ടും ജിസിനെ പോലെ ഒരു ഡയറക്ടർ അതിലുണ്ടാവുന്നു എന്ന് പറയുമ്പം ആസിഫും ബീച്ചു ചേട്ടനും ഉള്ള കാസ്റ്റ് എല്ലാം കൊണ്ടും നന്നായി വന്നു. അതിന്റെ റിസൾട്ടാണ് തിയേറ്ററിലും അത് കാണിച്ചു തന്നത്. അപ്പൊ അതൊരു സൂപ്പർ ഹിറ്റ് ആവുമ്പോ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റ്, ആ ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? അല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, നമ്മളതിൽ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടാണ് അത്. നമ്മൾ എല്ലാത്തിലും ഒരുപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്നതുപോലെ തലവൻ അങ്ങനെ പ്രേക്ഷകർക്ക് വളരെയധികം ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു. അതിന്റെ ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. ജിസേട്ടാ, നമ്മളെ ഒരു പടം എടുക്കാൻ നടക്കുമ്പോ ഒരു പ്രൊഡ്യൂസറെ കിട്ടാന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. പ്രൊഡ്യൂസറാണ് ആക്ച്വലി ക്യാപ്റ്റൻ. അതെ, പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ബാക്കി നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു പ്രൊഡ്യൂസറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അരുൺ സിനിമയ്ക്കൊപ്പം, ഏതൊരു പ്രൊഡ്യൂസറും ഒരു സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്, അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസർ. ആ അർത്ഥത്തിൽ അരുൺ നമ്മൾ 100-ൽ 250 മാർക്കും കൊടുക്കും. കാരണം ഇങ്ങനെ ഒരു പ്രഷറും തരാത്ത, ഇത്ര ദിവസം കൊണ്ട് തീർക്കണം, ഇത്ര സമയം കൊണ്ട് ഷൂട്ട് ചെയ്യണം, അങ്ങനൊന്നും പറയാത്ത, എന്താ പറയുക, എനിക്ക് ഇതുവരെ വർക്ക് ചെയ്തിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അരുൺ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആസിഫിനും അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള അർത്ഥത്തിലല്ല, അരുണിനെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലും. പിന്നെ പണ്ട് ഒത്തിരി നമുക്കറിയാം ആങ്കറായിട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ് അരുണിനെ. പിന്നീട് നല്ല നല്ല വേഷങ്ങളിലൂടെ സിനിമയിൽ അഭിനയിക്കുന്ന അരുണിനെ കണ്ടു. ഇപ്പൊ വളരെ സജീവമായിട്ട് സിനിമ നിർമ്മാണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന അരുൺ നാരായണൻ. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസറിന്റെ സെറ്റ്? പ്രൊഡ്യൂസർ സിനിമയെ മനസ്സിലാക്കി സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, അതിന്റെ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും ഒന്നും ഒരു ടെൻഷനും തരാതെ, ഒരു പ്രഷറും തരാതെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഡ്രീമാണ്. അപ്പൊ അതില് ഒരു ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ സീറ്റ് കൊടുക്കേണ്ട ഒരാളാണ് അരുൺ. എഗെയിൻ കൂട്ടുകാരനും കൂടെ ആയതുകൊണ്ട് ഉള്ള കാര്യം മുഖത്ത് നോക്കി തുറന്നു പറയാനും തിരിച്ചു കേൾക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അരുൺ ചേട്ടാ, എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ടിനു ഡയറക്റ്റ് ചെയ്യുന്നു. പുതിയ 4 കുട്ടികളാണ് അഭിനയിക്കുന്നത്. സജിൻ ഗോപു, വിഷ്ണു അഗസ്തി കൂടെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റും ഉണ്ട്. പക്ഷേ 4 പുതിയ ആൾക്കാരെ വെച്ചിട്ട് ടിനു ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ക്രിസ്മസിന് റിലീസ് ചെയ്യുന്ന രീതിയിൽ, റിലീസ് പ്ലാനുകളില്ല, എന്നാലും ആ പേസിലാണ് സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആസിയുമായിട്ടും സിനിമയുണ്ട്, പുതിയ സിനിമയുണ്ട്. എന്റെ വിശേഷങ്ങൾ പറയാം, ജിസ്സുമായിട്ടും സിനിമയുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടിനുവിന്റെ പടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ടിനു പാപ്പച്ചൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ. തലവൻ സെക്കൻഡ് പാർട്ട്
ഞങ്ങൾ അനൗൺസ് ചെയ്ത് തീർച്ചയായിട്ടും തലവന്റെ 65th ഡേ അതിന്റെ സെലിബ്രേഷനിൽ ഞങ്ങൾ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളും നടക്കുന്നുണ്ട്, എഴുത്തുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും തലവൻ ഈ സിനിമ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എക്സ്പെക്ടേഷൻ കൂടും. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ആ സിനിമ ചെയ്യാമെന്നാണ് ജിസും ആസിയും ബീച്ചേട്ടനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അത്തരത്തിലൊരു എക്സ്പെക്ടേഷൻ ഒത്തൊരു എഴുത്ത് വരട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും തലവൻ 2 ഉണ്ടാവും. സൂപ്പർ സ്റ്റാറിന്റെ വേദിയല്ലേ? ആണ്. മൊത്തത്തിൽ സംഗീതം നിറഞ്ഞ വേദിയല്ലേ? അതെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. ക്രിയേറ്റ് ചെയ്യൂ. കാരണം എപ്പോഴും പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് നേരം പറയുന്ന ഒരു പേരാ കോപ്പിറൈറ്റ് 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 എന്ന്. ഇന്ന് അതങ്ങോട്ട് മാറ്റും. കാരണം ഇവിടെ ഒരു ലിറിസിസ്റ്റ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, പാട്ടുകാരുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു പാട്ടുണ്ടാക്കിക്കൂടാ? കൈയടിക്കുക. അഭിനയിക്കാൻ ആളുണ്ട്, അഭിനയിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാം. പ്രൊഡ്യൂസറും ഉണ്ട്. ശരിയാ. അങ്ങനെയാണ് അഡ്വാൻസ് കിട്ടിട്ട് എഴുതി തുടങ്ങിയാൽ മതി. അപ്പൊ എന്നാ നമുക്ക് ജിസേട്ടാ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് വേണ്ടി നമ്മുടെ സ്വന്തം ഒരു പാട്ട് പോലെ ഒരു പാട്ട് വരികൾ എഴുതി ഞങ്ങക്ക് തരുമോ? വരൂ. സ്പോട്ടിലാട്ടാ ജിസേന്റെ കഴിവ്. സ്റ്റേജിൽ നിർത്തി വരി എഴുതിക്കാൻ പോവാണ്. അല്ല, ജിസിനെ വിശ്വസിച്ചാൽ നമ്മളെ പറഞ്ഞാൽ മതി. കണ്ടാ സ്പിരിറ്റ് കണ്ടാ? ഞാൻ സ്പോട്ടിലെ വരികൾ എഴുതുന്നു. ജിസേട്ടാ ദേ പേപ്പറും പേനയും. ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഇത്രയും ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സ് ഇരിക്കുമ്പോ ലൈവായിട്ട് എഴുതാൻ പറയുന്നത്, മറ്റേ മ്യൂസിക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കേട്ട് എഴുതുന്ന പരിപാടി ഒക്കെയാണ്. ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയാണ്. ട്രൈ ചെയ്യാം. ഏത് ജോണറിലാണ്? ഒരു റൊമാൻസ്. എഴുതാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം. ശരത്തേട്ടാ നമുക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എഴുതി നോക്കിയാലോ? അല്ല, തന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് അപ്പൊ എന്തോ ഉണ്ടല്ലോ മനസ്സിൽ. ആർക്കോ ഇന്ന് സ്പെഷ്യൽ ഡെഡിക്കേഷനാ. അല്ല, നോക്കാം, എഴുതി നോക്കാം. പാർവതി, ജിസിന്റെ എല്ലാ സിനിമകളുടെയും എല്ലാ സോങ്സും ജിസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഇതുവരെയുള്ള എല്ലാ സിനിമകളുടെയും. അപ്പൊ അതത്രയും വലിയൊരു വലിയ കാര്യം. അയ്യോ, എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ട് സിമ്പിൾ ആക്കാൻ വേണ്ടി നോക്കിയതാ. ഒന്ന് എഴുതാൻ സമ്മതിക്കൂ പ്ലീസ്. അപ്പൊ ഞങ്ങൾ എഴുതി വെച്ചത് അങ്ങ് എഴുതി വിട്ടോ? പുതിയ പടത്തിന്റെ ഞങ്ങൾ നേരത്തെ ഇട്ട ഒരു ട്യൂൺ വിട്ടുവരാം. ആദ്യത്തെ 4 വരി എഴുതാനാ പറഞ്ഞേക്കുന്നത്. അത് ആ മതി മഞ്ജരി പറയുന്നത്. അതെ, ശരത് സാർ ആയതുകൊണ്ട് ആലാപനം ഇട്ടോളും. എന്ന അക്ഷരം വെച്ചിട്ടാ. എന്റെ അമ്മ, അത് ഒരു തമാശയാ. ശരി. മ്യൂസിക് ഇടാതിരുന്നാ മാത്രം മതി. മ്യൂസിക് ഇടണ്ട. എഴുതി കഴിഞ്ഞ വരികൾ തരുമായിരുന്നെങ്കിൽ ശരത്തേട്ട പണി തുടങ്ങാമായിരുന്നു. സീൻ എഴുതി എനിക്കിട്ടൊരു പണിയായി പോയി. റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്. അടുത്ത റിയാലിറ്റി ഷോ ഇതാക്കാം നമുക്ക്. എങ്ങനെയുണ്ട് ഷാനിക്ക? ഫ്രഷ് ഭയങ്കര ഫ്രഷ് ആണ്. ദോശ ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ്. നിങ്ങൾക്കിപ്പോ ഒരു ആകാംക്ഷ എന്തായിരിക്കും ആ വരികൾ? പേജ് പേപ്പർ തീർന്നിട്ട് മഹാഭാരതം ഒന്നും എഴുതി കളയല്ലേ, ഒരു 4 വരി മതി. കൗണ്ട് ഡൗൺ ഒന്നും ശരത്തേട്ട എഴുതി വെക്കുക കേട്ടോ. ചർച്ചാറ് പെന്നൊക്കെ എടുത്ത് റെഡിയായി. ഭാവയാമി പോലെ ഒരു സിമ്പിൾ പാട്ട് ശരിയാക്കി തരാന്നൊക്കെ. അല്ല, ധ്യാൻ ചേട്ടാ സിനിമകൾ ഇങ്ങനെ എഴുതുന്ന പോലെ പാട്ട് എഴുതാൻ വല്ലതും ട്രൈ ചെയ്തിട്ടുണ്ടോ? പാട്ടുകൾ സിനിമ ഞാൻ ഇതുപോലെ എഴുതാറ്, ഇതുപോലെ ലൊക്കേഷൻ ക്യാമറ ഒക്കെ നിപ്പുണ്ടാവും. ഇങ്ങനെ അപ്പൊ തന്നെ സ്പോട്ടിൽ എഴുതുമല്ലോ. ഞാനും എന്റെ അച്ഛനും. എങ്ങനെ സാധിക്കുന്നു? അങ്ങനെയൊക്കെ തന്നെ. ജിസേട്ടാ മതി. അയ്യോ, ഇതെന്താ എങ്ങനെയാ ഫുൾ സോങ് ആയി തോന്നുന്നു. ആര് പറഞ്ഞാ നിർത്തും? പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുക. ജിസേട്ടൻ എഴുതി 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 ഒരു പേജ് തീരാറായി. ഫാന്റാസ്റ്റിക്. അതായത് ഇത് നിങ്ങൾ ഈ അർത്ഥത്തിൽ കാണോട്ടോ, സ്റ്റേജിൽ വിളിച്ചു നിർത്തിയിട്ട് ലൈവായിട്ട് എഴുതാൻ പറ. അത്ര ചുമ്മാ തോന്നാതെ എഴുതി വെച്ചിരിക്കുന്നത്. വലിയ സാഹിത്യം. എന്നാലും അതൊരു ടാലന്റ് അല്ലേ? എഴുതാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ഇപ്പൊ കൈയടിച്ച് നന്നായി, വായിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയാം. ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം.
ജിസേട്ടാ ഈ റൊമാൻസ് എന്ന് പറഞ്ഞപ്പോഴേ ആ. പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് വളരെ പ്രിയപ്പെട്ട ഒരാള്, ചിലപ്പോ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് പറയുന്ന ഒരാളുണ്ടാവുമല്ലോ. അത് കൂട്ടുകാരനാവാം, കൂട്ടുകാരിയാവാം, പ്രണയിനിയാവാം, ഭാര്യയാവാം. പക്ഷെ എല്ലാ സന്തോഷവും ആദ്യം പറയുന്ന ഒരാൾ ഇല്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ റൊമാൻസ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ ആ ഒരു ഒബ്ജക്റ്റാണ് മനസ്സിൽ വന്നത്. അതുകൊണ്ട് അത് ബാക്കി എഴുതാൻ അത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരാളുള്ളതുകൊണ്ട്. എഴുതിയത് ഇങ്ങനെയാണ് ശരതേട്ടാ. ആദ്യമായി എന്തും പറയാൻ ഒരാൾ, ആർദ്രമായി എന്നെ പൊതിയുന്ന ഒരാൾ, 1000 തൂവൽ കാറ്റൂറിടും, മന്ദഹാസം ഓർത്തിന്നൊരാൾ. വണ്ടർഫുൾ. എന്റെ കൗണ്ടറുണ്ട്. അതൊക്കെ ഉണ്ട്. ഓമലായി എന്നെ കരുതുന്ന ഒരാൾ, ഓർക്കുവാനായി കൊതിയുള്ള ഒരാൾ, വെണ്ണിലാവിന്റെ ഈണങ്ങളും നേരുമെല്ലാം ചേരുന്നൊരാൾ. മനോഹരം, ബ്യൂട്ടിഫുൾ. ശരത് സാർ ആദ്യത്തെ 4 വരി മെയിൽ, രണ്ടാമത്തെ 4 വരി ഡയറക്ടർ കൂടെ ആയതുകൊണ്ട് എഴുതിയതാണ്. മെയിൽ ഫീമെയിൽ കൂടെ ഉണ്ട്. അല്ല, ആദ്യത്തെ 4 വരി മെയില്, അടുത്ത 4 വരി ജൂണിൽ. നീ അതിങ്ങ് കൊണ്ടുപോവാ. ജിസേട്ടൻ ഭാര്യയെ ഓർത്ത് എഴുതിയ വരികളാണ് കേട്ടോ. അപ്പൊ ശരത് സാറ് സീതേച്ചിനെ ഓർത്ത് അതൊന്ന് കമ്പോസ് ചെയ്യും. അപ്പൊ ഒരു പേടി കാണും. ശരത് സാറ് പണി തുടങ്ങിയിരിക്കുകയാണ്. ജിസേട്ടൻ എക്സൈറ്റ്മെന്റിലാണ്. കാരണം ജിസേട്ടൻ എഴുതിയ വരികൾ ശരത് സാറ് കമ്പോസ് ചെയ്യാൻ പോവാണ്. ഷാനിക്ക, ജിസേട്ടാ പറയൂ, ജിസേട്ടൻ എഴുതിയ വരികൾ ശരത് സാറാണ് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. എന്ത് തോന്നുന്നു? പറയാനുണ്ടോ? പ്രിയപ്പെട്ട ശ്രീരാഗമോ എന്ന് പറയുന്ന മലയാളിയുടെ എല്ലാ മലയാളിയുടെയും പ്രിയപ്പെട്ട പാട്ട്. ഒരു പാട്ട് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തിലുള്ള ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് ആ രാഗത്തിൽ കുറെ പാട്ട് ചെയ്തിട്ടുള്ള ആളാണ് ശരതേട്ടൻ. അതുകൊണ്ട് ആ രാഗത്തിൽ തന്നെ കിട്ടുമെന്ന് നോക്കാം. അതെ, ഏത് രാഗത്തിലായിരിക്കും എന്തോ. ധ്യാൻ ചേട്ടൻ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ കമ്പോസ് ചെയ്തതിനിടയിൽ പൊക്കി പറയല്ലേ, നിക്ക് ചെയ്ത്. ശരി ശരി, സൈലൻസ് സൈലൻസ്. ഓക്കെ ഓക്കെ. ജിസേട്ടാ, ആസിഫിക്ക, ധ്യാൻ ചേട്ടാ അങ്ങോട്ട് നോക്കൂ. ഒരു പാട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വരികൾ എഴുതി കമ്പോസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അവിടെ സിംഗറിനെ. അനൂപേ ഒന്നടാ. സി മേജർ 7th G. Again, F D minor. പിന്നെ G ക്ലോസ് പൊസിഷൻ 2 ഡാ. പതനി ഗരി അല്ലടേ, പതനി രീ. മൊത്തം ചേർത്ത് പിടിച്ചോ. നമ്മൾ 9th ക്ലോസ് പൊസിഷൻ പിടിക്കുന്നുള്ളു. ഡി ജി നിങ്ങളും കൂടെ വായിക്കടേ, കൈയും കെട്ടി അങ്ങ് ഇരിക്കുക. തം തം പ്ലം പ്ലം തം തിങ്ക്ലം ക്ലം തം ബ്ലിംഗ്ലം ബ്ലിംഗ് പ്ലം 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 പ്ലം. ആദ്യമായി എന്തും പറയുന്നൊരാൾ, സെക്കൻഡ് ഒതിയുന്നൊരാൾ, 1000 തൂവൽ നിദാനായിരം തൂവൽ കാറ്റൂറിടും മന്ദഹാസമണരാരിരേ ആസമോർത്തി
മന്ദഹാസമോർത്തിന്നൊരാൾ മന്ദഹാസമോർത്തിന്നൊരാൾ മന്ദഹാസമോർത്തിന്നൊരാൾ. അപ്പൊ സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിസേട്ടൻ ദീപേന വെച്ചിട്ട് വരികൾ എഴുതിയിരിക്കുന്നു അല്ലേ? ആ വരികൾക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നു നമ്മുടെ ശരത് സർ. ഈ പേന കൊണ്ട് ഞാൻ സ്വരം എഴുതി. ഓ അത് പാടുന്നു നമ്മുടെ മഞ്ജരി ചേച്ചി. ഈ പേന കൊണ്ട് ഞാൻ എന്റെ സ്വരങ്ങളും എഴുതി. അല്ല, അപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റാറിന്റെ സ്വന്തം പാട്ടാണിത്. അപ്പൊ ഇതിന്റെ എല്ലാ കോപ്പിറൈറ്റ്സും ഞങ്ങൾക്കാണുള്ളത്. ജിസേട്ടാ, ഈ പാട്ട് വരികൾ ഇഷ്ടപ്പെടാൻ ഞങ്ങൾ തരില്ല കേട്ടോ, ഇപ്പഴേ പറഞ്ഞേക്കാം. കൊടുക്കില്ല കേട്ടോ ശരത് സാർ. നമ്മള് അടുത്ത പടത്തിന് ഈ പാട്ട് വേണമെന്ന്. അപ്പൊ മഞ്ജരി ചേച്ചി പഠിച്ചെടുത്തു. ആ നോക്കാം. ഓക്കെ, ഓർക്കസ്ട്ര റെഡി. ആദ്യമായെന്തും പറയുന്നൊരാൾ ആർദ്രമായെന്നെ പൊതിയുന്നൊരാൾ ആയിരം തൂവൽ കാറ്റൂരിടും മന്ദഹാസമോർത്തിന്നൊരാൾ മന്ദഹാസമോർത്തിന്നൊരാൾ. സോറി, അതിന്റെ ഇടയിൽ ഞാനൊരു സംഗതി ഇട്ടു. ഒരു ആലാപ്, ഒരു അന്തപ്പെട്ട ആലാപ്. ഞാന് ആദ്യമായി പാടണോ വെച്ച് കൺഫ്യൂഷൻ നമ്മൾ തോന്നി. മലയാളം ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മൊമെന്റ്. ചിരി എന്ന് പറഞ്ഞാൽ ചെവി ഇങ്ങനെ ചിരിച്ചിട്ട് എന്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയാൻ എനിക്ക് മനസ്സിലായത്. അത്രയും പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് ശരതേട്ടൻ. എത്രയോ നാൾ മുമ്പ് തന്നെ. പിന്നെ മഞ്ചേരിയുടെ പാട്ടാണെങ്കിലും അപ്പോൾ ഇതൊരിക്കലും എനിക്ക് ഭയങ്കര ഒരു സ്വപ്നം കാണുന്ന പോലത്തെ മൊമെന്റ് ആണ്. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ച് വന്നതല്ലല്ലോ ഇവിടെ. ഇങ്ങനെ ഒരു സെഗ്മെന്റിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, നല്ല വരികൾ, ബ്യൂട്ടിഫുൾ. ഇതൊന്നും ഇങ്ങനെയൊക്കെ ഒരാൾ ഇങ്ങനെ പടയൊന്നും പറഞ്ഞ്, കാരണം എനിക്കിപ്പം പേഴ്സണലി ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഭവം തന്നിട്ട് കമ്പോസ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ പാനിക് അറ്റാക്ക് അടിച്ച് ഞാൻ വടിയാവും. പെട്ടെന്ന് ഇങ്ങനെ ഇത്ര ആൾക്കാരുടെ മുമ്പ് കമ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സ്പേസ് ഉണ്ട്, എനിക്ക് അവിടെ ഇരുന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഇത് ഒറ്റയടിക്ക് വരികളും ട്യൂണും നമുക്ക് ഇമീഡിയറ്റ്ലി വരണം എന്നുണ്ടെങ്കിൽ ആ വരികളുടെ ഗുണമാണ്. തീർച്ചയായിട്ടും അത്ര മനോഹരമായി എഴുതിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സൂപ്പർ ശരതേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. മഞ്ജരി, താങ്ക് യു സോ മച്ച്. വലിയ എക്സ്പീരിയൻസ് ആണ്, ഒരിക്കലും മറക്കാത്തൊരു മൊമെന്റ് ആയിരിക്കും എനിക്കിത്. നമുക്കൊക്കെ ഇത് കാണാൻ തന്നെ ഒരു ഭാഗ്യ. ഇത് വിറ്റ്നസ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജിസു. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഞാൻ ഇതേ വരികൾക്ക് ഒരു 9 ട്യൂണും കൂടെ അയച്ചു തരാം. ഇതേ വരികൾക്ക് 9 ട്യൂണും കൂടെ അയച്ചു തരാം. ഐ ആം നോട്ട് ഹാപ്പി വിത്ത് ദ സ്ട്രക്ചർ. 5 മിനിറ്റ് കൊണ്ട് ചെയ്തതല്ലേ. ഞാൻ പറയായിരുന്നു ശരത്തേട്ട, എനിക്ക് ശരത്തേട്ടന്റെ ഈ ഏറ്റവും പ്രിയപ്പെട്ട ശരതൻ കൂടുതൽ പാട്ട് ചെയ്തിരിക്കുന്ന ഹംസധ്വനി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗമാണ്. അപ്പോൾ അങ്ങനെ 9 ചെയ്യുന്നതിനിടയിൽ ഒരെണ്ണം ഹംസധ്വനിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലയുടെ 3 റൗണ്ട്സും കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ കയ്യടി നമ്മുടെ കുട്ടികൾക്ക്. അങ്ങനെ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി വിധി നിർണയമാണ്. അതിനു മുന്നേ ആസിഫിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്? ഒരു ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ലാസ്റ്റ് അഭിനവിന്റെ
പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ മൂഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സമയത്തും പാട്ടിന് സോങ്സിന് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു എനർജി ട്രാക്കാണ് ഇപ്പൊ അഭിനവ് പാടിയത്. ഭയങ്കര ബ്രില്യൻ. ഓക്കെ, താങ്ക് യു ധ്യാൻ ചേട്ടാ. സെയിം അത് തന്നെ. ശരത് സാറിന്റെയും ജിസേട്ടന്റെയും പാട്ട് കഴിഞ്ഞൊന്ന് മയങ്ങായിരുന്നു ചെറുങ്ങനെ. മെലഡി അത്രയും എന്ന് വെച്ചാൽ ആ രീതിയിലല്ല കേട്ടോ, അത്രയും എന്താ പറയണ്ടേ, പാട്ട് തുടങ്ങുമ്പോഴേ എനിക്കൊരു കൂർക്കം കേട്ടടാ. മെലഡിയിൽ അലിഞ്ഞു പോയില്ലേ? എനിക്ക് ഞാൻ എല്ലാരും അതിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നത് ഈ കഴിഞ്ഞ പാട്ടായിരുന്നു അല്ലേ. സന്തോഷം. ഷാനിക്ക, അങ്ങനെ നമ്മുടെ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു, അവസാനിച്ചു. ഒക്കെ കഴിഞ്ഞു. ഗംഭീര പ്രകടനങ്ങളായിരുന്നു നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. ഓരോന്നും എന്താ പറയാ, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ആൻഡ് എനിക്കൊന്ന് ഈ ഗ്രാൻഡ് ഫിനാലെ ഒരു 1.5 ഗ്രാൻഡ് ഫിനാലെ തന്നെ ആയിരുന്നു. കാരണം 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള റൗണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ വളരെ വേഴ്സറ്റൈലായിട്ട് ഇവരെല്ലാവരും പെർഫോം ചെയ്തു. എസ്പെഷ്യലി ചാലഞ്ച് റൗണ്ടും ഈ റൗണ്ടും ഇവർ കലക്കി അങ്ങ് മറിച്ച് കളഞ്ഞു. അപ്പം നമുക്ക് നോക്കാം ഇനി ബാക്കി എന്താണ് സംഭവിക്കാൻ പോണെന്ന്. അതെ, ഓക്കേ ശരത് സർ. അല്ല പാറു, നമുക്ക് ഈ കുഞ്ഞുങ്ങള് അവരുടെ വളർച്ച കണ്ടുകൊണ്ടിരുന്ന അത് ഞാൻ അതൊക്കെ ആലോചിച്ചിപ്പോൾ ഓരോരുത്തരും വന്ന് പാടുമ്പോഴും ഞാൻ ആ കുഞ്ഞുങ്ങൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോൾ ഓരോരുത്തർക്കും ചിലർ ചിരിക്കാത്തവന്മാരുണ്ടായിരുന്നു. നമ്മൾ ചിരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവന്മാർ പാത്തോസ് വരെ ചിരിച്ചോണ്ട് പാടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കുട്ടികളെ നമുക്കറിയാം. ഇന്ന് ചില പെർഫോമൻസ് കണ്ട് ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഉള്ളത് ഒന്നും പറയാനില്ല. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ ശബ്ദാടപ്പ് കൊണ്ടും അങ്ങനെയുള്ള ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്കിപ്പോൾ ഒരാളെ തപ്പിപ്പിടിച്ച് കിട്ടിയാലേ പറ്റത്തുള്ളൂ. എല്ലാവരും കൂടെ കട്ടക്കങ്ങ് നിന്നാൽ ഞങ്ങളിപ്പോൾ ഓടും ഇവിടുന്ന് കണ്ടം വഴി. അപ്പോൾ അത് കുഞ്ഞുങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1, 2, 3 സ്ഥാനത്തുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റും ഈസിയായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ഫോക്കസ്ഡ് ആയിരിക്കുക ജീവിതത്തിൽ. കാര്യം നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലോ അതിലെന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് മനസ്സിൽ വെക്കുക. നമ്മുടെ കഠിനാധ്വാനമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക മക്കളെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഫസ്റ്റും സെക്കൻഡും ഒന്നും അല്ല മോനെ ഇവിടെ പ്രധാനം. നിങ്ങളിവിടെ പെർഫോം ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. എന്തായാലും ഇത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു 5 പേര് വന്ന 5 കിങ്കരന്മാർക്കും കിങ്കരികൾക്കും എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. ഇത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ലവ് യു. താങ്ക് യു ശരത് സർ. ചേച്ചി എന്താ പറയാ പാറു, ഫാന്റാസ്റ്റിക് പെർഫോമൻസസ് ആയിരുന്നു ഇന്ന് എല്ലാരും. ഇവിടെ നിന്ന് ഇപ്പോൾ ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. കാരണം എല്ലാ സാധാരണ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാ. ഒരൊറ്റ കുട്ടിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. 5 പേരും പുഷ്പം പോലെ പാടി, സൂപ്പറായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് സത്യത്തിൽ ഒരു കോമ്പറ്റീഷൻ ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ സംഗീതം ജയിക്കണം എന്നാണ്. അതൊരു കണ്ടസ്റ്റന്റ് എന്നുള്ളതല്ല. അതൊരു എനിക്കൊരു സന്തോഷമുള്ളത് ആ സംഗീതം ഇന്ന് ജയിക്കും. അപ്പം എന്തുകൊണ്ടും നമുക്ക് ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാറിന് ഇവിടെ നിന്ന് ജന്മം നൽകാൻ സാധിക്കും. കാത്തിരിക്കണം. ഓക്കേ രജിഷ, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ. കാരണം എനിക്ക് പാടാൻ ഒരു കഴിവില്ല, പക്ഷെ പാട്ട് പാടുന്നവരോട് ഭയങ്കര അസൂയുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്ന ആൾക്കാർ. അപ്പം ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ഏജ് തന്നെ ഇത്രയും ടാലൻറ്റ് അത് ഷോക്കേസ് ചെയ്യാൻ ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതെനിക്കൊന്ന് ഒരു മെയിൻ കടമ നമ്മൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ശരത് സാറ് പറഞ്ഞ പോലെ തന്നെ ജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ വിധിയല്ല നമ്മളുടെ ഭാവിയിലെ വിധിയെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു പ്രോത്സാഹന സമ്മാനമായി കണ്ട് ഇതേപോലെ തന്നെ അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഇപ്പം ചെയ്യുന്ന അതേ ഹാർഡ് വർക്ക് ഇനിയും മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല സിംഗേഴ്സിനെ മലയാളത്തിന് ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെ ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ടു എവരിവൺ. ചേച്ചി, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടു ബി ഏബിൾ ടു പെർഫോം ഇൻ സച്ച് എ സ്റ്റേജ് ഇറ്റ്സെൽഫ് ഇസ് എ വെരി ബിഗ് തിങ്. അപ്പോൾ വാട്ട് എവർ the result is, I think everybody here, whoever have performed till date here, they are all winners is what I feel. Yeah, so എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഫസ്റ്റ് വന്നാലും ലാസ്റ്റ് വന്നാലും. ജിസേട്ടാ, ഇന്നിവിടെ കുട്ടികൾ 1, 2, 3 പേരൊക്കെ സമ്മാനങ്ങൾ നേടുമായിരിക്കും. പക്ഷെ ഇവിടെ കൊടുക്കുന്ന സമ്മാനത്തേക്കാൾ അവർ ഈ സ്റ്റേജിൽ ആർജിച്ചെടുത്ത കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് ലോകത്തൊരിടത്തും അവർക്ക് വിലയിടാൻ പറ്റില്ല. അതായിരിക്കും ഇനി അങ്ങോട്ടും അവർ എത്രത്തോളം വലുതാവണം. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ റിയൽ സൂപ്പർ സ്റ്റാറുകളാക്കി അവരെ മാറ്റുന്നത് ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള ശരത്തേട്ടനെയും മഞ്ജുരിയെയും ഷാനയൊക്കെ പോലുള്ള
ജഡ്ജസ് അവരെല്ലാം കൂടെ അവർക്ക് നേടിക്കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതായിരിക്കട്ടെ അവരുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. താങ്ക് യു ജിസേട്ടാ. ഹരിൻ ചേട്ടാ, ഇതുപോലെ ഇതൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അതെ. അവിടെ പെർഫോം ചെയ്യാൻ പറ്റുക, ഫൈനലിൽ എത്തുക, ഇതെല്ലാം വലിയ കാര്യങ്ങളാണ്. നമുക്ക് എത്രത്തോളം മുകളിലേക്ക് പോകുന്നോ നമ്മൾ അത്രത്തോളം കാല് തറയിൽ ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ്. ഇന്ന് നമ്മളെപ്പോഴും പറയും ഫെയിലിയറിനേക്കാൾ സക്സസ് ആണ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. അത് നമ്മൾ എത്രത്തോളം നന്നായി ഹാൻഡിൽ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഉയരത്തിലേക്ക് പോകും. ഞാൻ എപ്പോഴും എൻ്റെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ക്രിക്കറ്റർ. ലോകത്തിൻ്റെ ഏറ്റവും ഔന്നത്യങ്ങളിൽ 20ാമത്തെ വയസ്സിൽ എത്തിയ ഒരാളാണ്. 16ാമത്തെ വയസ്സിൽ കളി തുടങ്ങി 18-20 വയസ്സിൽ ആ പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പോഴും കളി നിർത്തിയിട്ട് 20 വർഷമായിട്ടും അദ്ദേഹത്തെ ലെജൻഡ് എന്ന് എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹം ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ കുരു എല്ലാവർക്കും ഉണ്ടാവട്ടെ, അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.